ദൈവത്തിനോടടുക്കാൻ ലൈംഗികത കുറച്ചിട്ട് ഷണ്ടത്തം വർദ്ധിപ്പിക്കണം. അഭിമുഖത്തിന് ശേഷം നേരിട്ടതിനെപ്പറ്റി രജിത് കുമാർ. അധ്യാപകനായും പ്രാസംഗികനായും നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നുവെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 2 മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഡോക്ടർ രജിത് കുമാർ. രജിത് കുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വലിയ വാർത്തയായി മാറിയിരുന്നു. തന്റെ ലൈംഗിക ശേഷി ധ്യാനത്തിലൂടെ നഷ്ടപ്പെടുത്തിയെന്നും അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഒരു അഭിമുഖത്തിലൂടെ രജിത് കുമാർ വെളിപ്പെടുത്തിയത്. ഷണ്ടനായി ജനിക്കുന്നവരുണ്ട്, ജനങ്ങളാൽ ഷണ്ടനാക്കപ്പെടുന്നവരുണ്ട്, ബൈബിൾ വചനം പോലെ ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടനാകുന്നവരുമുണ്ട്. ആ ഘട്ടത്തിലാണ് ഞാനിപ്പോൾ. ഡോക്ടർ ബിജു എബ്രഹാം എന്ന ബാംഗ്ലൂർ കമാൻഡോ ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം തിരക്കഥാകൃത്തും നിർമ്മാതാവുമാണ്. ബിജു എബ്രഹാം നിർമ്മിക്കുന്ന സിനിമയിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുകയും എന്നെ പരിശോധിക്കണമെന്നും പറഞ്ഞു. ഞാൻ സ്വയം ആർജിച്ചെടുത്ത ഇറക്ടൽ ഡിഫങ്ഷൻ എന്ന അവസ്ഥയുണ്ട്. അദ്ദേഹം എന്നെ പരിശോധിക്കുകയും ചേട്ടൻ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഞാൻ ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയിരിക്കുകയാണെന്നും ഇനി ഒരിക്കലും മക്കൾ ജനിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയുമില്ല. ഞാൻ സ്വന്തമായി എന്നെ ഷണ്ടനാക്കിയിരിക്കുകയാണ് എന്നൊക്കെയായിരുന്നു രജിത് കുമാർ അഭിമുഖത്തിൽ പറഞ്ഞത്. പിന്നാലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം രജിത്തിന്റെ പ്രസ്താവന വാർത്തയാക്കി. അതേസമയം തന്നെക്കുറിച്ച് വന്ന വാർത്തയ്ക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് രജിത്ത് സംസാരിച്ചത്. താൻ നൽകിയ അഭിമുഖം വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാണ് പ്രചരിപ്പിച്ചതെന്നും ഇത് തന്നെ വിഷമിപ്പിച്ചെന്നും രജിത് കുമാർ പറയുന്നു. ലൈംഗിക ശേഷി ഇല്ല എന്നല്ല പറഞ്ഞത്, ആത്മീയ പാതയിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് വരുതിയിലാക്കിയെന്നാണ് പറഞ്ഞത്. എന്നാൽ പുറത്തു പ്രചരിക്കുന്നത് ഇത്തരത്തിലെന്നും രജിത് കുമാർ പറഞ്ഞു. 90% ഞാൻ എന്നെ നിയന്ത്രിച്ചു വെച്ചു എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള 10% എന്നത് വേണമെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാമെന്നാണ്. പക്ഷേ എനിക്ക് സാമൂഹ്യ സേവനമാണ് ലക്ഷ്യം. ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. എന്നിട്ടും എന്നെ അധിക്ഷേപിക്കുന്നെന്ന് രജിത് കുമാർ പറഞ്ഞു. അഭിമുഖത്തിലെ പരാമർശം മറ്റു മീഡിയകളും വളച്ചൊടിക്കുന്നു. ഇത് മോശമാണെന്നും രജിത് കുമാർ വിമർശിച്ചു.